ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് സംഭവം വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പഞ്ചിങ് ബാഗാണ് വാങ്ങുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഹബിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുതരണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈകിട്ട് വന്ന് നമ്മൾ എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് നേരെ ഹബിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിചയപ്പെടുത്തി തരാം. എൻ്റെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇന്ന് അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്രൊമോഷനേ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ ബാക്കി റിവ്യൂ ഒക്കെ നമുക്ക് വീഡിയോയിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. കൊറിയർ എടുക്കാനായിട്ട് ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഞാൻ പോകുന്ന ഈ റോഡ് കണ്ടില്ലേ, നല്ലതായിട്ട് ടാറൊക്കെ ഇട്ട് നല്ല കിടിലം റോഡാണ്. ഒരു കുണ്ടും കുഴി പോലും ഇല്ല. നല്ല കിടിലം റോഡായതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് ഷെയ്ക്കാവുന്നുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുമല്ലോ എന്ന് കരുതുന്നു. കണ്ടില്ലേ, റോഡ് ഫുള്ള് കുണ്ടും കുഴിയാണ്. ഇതേ നമ്മൾ ഹബ്ബിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് കാട്ടാക്കടയിൽ നിന്ന് നേർണം കള്ളിക്കാട് റോഡിൻ്റെ അവിടെയാണ് ഈ ഹബ്ബ് വരുന്നത്. കണ്ടില്ലേ, ഇത് തന്നെയാണ് ഹബ്ബ്. അതേപോലെ നമ്മളെ ഡെലിവറി ബോയിയൊക്കെ കൊണ്ടുവരുന്ന ബാഗ് വെളിയിലൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ കയറാനായിട്ടാണ് പോകുന്നത് അകത്തോട്ട്. കുറേ ബൈക്ക് ഇരിപ്പുണ്ട്. ഞാനും ബ്രദറുമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ സാധനം വെളിയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ എന്നാണ് തോന്നുന്നത്. വേറെ ബാഗ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതായിരിക്കും സംഭവം. അപ്പോൾ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നോക്കിയപ്പം കറക്റ്റ് ഈ സംഭവം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ബാഗ് എടുക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളായിട്ടാണ് നമ്മളിത് സെറ്റാക്കിയിരിക്കുന്നത്. നമ്മൾ ബൈക്കിലാണ് വന്നത്. എങ്ങനെ കൊണ്ടുപോകുന്നത് ദൈവത്തിന് തന്നെ അറിയാം. എങ്ങനെയെങ്കിലും ഇത് വീട്ടിലെത്തിക്കണം. നല്ല വെയിറ്റ് ഉണ്ട്. ഇതേ നമ്മൾ തിരിച്ചിതാ നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് തന്നെ നമുക്കിനി ഇതിനെ അൺബോക്സ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെത്തിക്കണം. അങ്ങനെ കുറേ പരിപാടികൾ നമുക്കിനി നടപ്പുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തിയ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കാൻ വീട്ടിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ നൈസായിട്ട് എടുക്കാം. ഇനി ഞാനാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കറക്റ്റ് വെയിറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞാനാണ് എടുക്കുന്നത്. കുഴപ്പമില്ല, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല പെർഫെക്റ്റ് പാക്കിങ്ങിലാണ് ഇത് നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ അൺബോക്സ് ചെയ്യണം. നിങ്ങളിത് വാങ്ങുമ്പോൾ നേരെ രീതിയിൽ തന്നെ അൺബോക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിവിടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിനെ കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇപ്പോൾ ചാക്കാണ് ആദ്യം വരുന്നത്. നമുക്ക് ആ ചാക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു കാർഡ്ബോർഡും വരുന്നുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് നേരെ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പഞ്ചിൻ ബാഗിൽ കൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട്.
ആദ്യം ചാക്കിനെ അറുത്ത് കീറിയിട്ട് വേണം നിങ്ങൾ ആ ബോക്സിനെ എടുക്കാനായിട്ട്. ബോക്സ് മീൻസ് ആ കാർഡ്ബോർഡ് ബോക്സ്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ കാർഡ്ബോർഡിനെ വലിച്ചിളക്കി കളഞ്ഞു. കാർഡ്ബോർഡിൻ്റെ അകത്തും ഒരു ചെറിയൊരു കവർ വരുന്നുണ്ട്, കണ്ടില്ലേ? അതും നല്ല രീതിയിൽ തന്നെ നല്ല കട്ടിയുള്ള കവർ വെച്ചിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചങ്ങല വരുന്നുണ്ട്. നമുക്കിത് ചെറിയ ചങ്ങലയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിയ ചങ്ങല വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സിബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എവിടെയെങ്കിലും ഹാങ് ചെയ്യണം. അപ്പോൾ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇടിച്ച് നോക്കണം. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, നൈസായിട്ട് പൊടിയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ പൊടിയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇടിച്ച് നോക്കിയാണ്. അഡർനെക്സ് ആണ് നമ്മുടെ ഈ കമ്പനിയിലെ പേര് വരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ഫുട്ബോളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം തന്നെയാണിതും. അപ്പോൾ ഞാൻ ഇടിച്ച് നോക്കിയപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. അങ്ങനെ കുറേ പരിപാടികൾ ഇനി വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചങ്ങല ചെറുതാണ്, കണ്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ വേറെ ചങ്ങല ഇടാവുന്നതാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളത് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. അതിൽ സിബൊക്കെ ഉണ്ട്, നമുക്ക് നൈസായിട്ട് തുറന്നു നോക്കാം. എനിക്ക് പേടി ഈ സൈഡിൽ നിന്ന് പൊട്ടി വീഴുമെന്നാണ് എനിക്ക് പേടി. അവിടെ ചെറിയ രീതിയിൽ കട്ടി കുറവാണ്. ഇതിനേക്കാളും നല്ല കമ്പനിയുള്ള സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് സ്പോർട്സ് ഗാലറിയിലൊക്കെ കയറിയാലും നമുക്കിത് കാണാനായിട്ട് പറ്റും. ഇതേ നമ്മളിതാ തുറന്നു നോക്കാനായിട്ടാണ് പോകുന്നത്. ഇതേ കണ്ടില്ലേ, ഫുള്ള് ചെറിയ ചെറിയ തുണിയ പീസാണ്. തുണി നൂല് എന്ന് മാത്രം തന്നെ പറയാം. അതുമാത്രമാണ് നമ്മൾ ആദ്യം തുറന്നപ്പോൾ കണ്ടത്. ഇനി അകത്തോട്ട് പോയാൽ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നല്ല വെയിറ്റും ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ മുറിയിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ മുകളിൽ റിങ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇത് ഹാങ് ചെയ്ത് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1700 രൂപയാണ് നമുക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. നമ്മൾ കൂടുതൽ ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ വേദനിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലൗസ് ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ പഞ്ചിങ് ബാഗ് നല്ല കട്ടിയുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ബാഗ് കട്ടിയുള്ള ബാഗ് തന്നെയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളിതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.